ജർമ്മൻ ഭാഷ പഠിക്കുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതെന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും ചെയ്യുന്നത് സ്പൂൺ ഫീഡിങ് പോലെ എന്തെങ്കിലും ഒരു ക്ലാസ് കേട്ടാൽ അതിൽ പറഞ്ഞൊരു സിമ്പിൾ സെന്റൻസിൽ ഓക്കെ ഈ ഗ്രാമറിന്റെ ടെക്നിക്ക് ഇതാണ്, ഓക്കെ ഈ സിംഗിൾ സെന്റൻസ് പഠിച്ചാൽ മതി. ഇങ്ങനെ ചിന്തിക്കുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഫോൾട്ട്. നമ്മൾ വൊക്കാബുലറി എന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ ഒരുപാടുണ്ട്. നമുക്ക് ചിന്തിക്കാമല്ലോ ഒരു ലാംഗ്വേജ് ആകുമ്പോൾ അതിൽ എന്തോരം വേർഡ്സ് കാണുമെന്ന്. അതറിയാമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഓരോ സിംഗിൾ വേർഡും നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ആക്കാൻ ശ്രമിക്കുക. അപ്പം മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ വ്യത്യസ്തമായിട്ടുള്ള ഓരോ ഗ്രാമറും നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്നത്. എല്ലാവരും ചെയ്യുന്നത് ഓക്കെ ഈ സിമ്പിൾ സെന്റൻസ് മതി, ഇതിലുണ്ട് ഗ്രാമർ അല്ല എന്ന് വിചാരിച്ച് ഓക്കെ അത് നല്ലതാണ്, ഗ്രാമർ പഠിക്കാൻ നല്ലൊരു വേ ആണ്. പക്ഷെ അതിലൂടെ ഒരിക്കലും നമുക്ക് മുന്നിലേക്ക് പോകാൻ പറ്റില്ല. നമ്മൾ അവിടെ ലിമിറ്റഡ് ആവും, നമ്മുടെ നോളജും അവിടെ ലിമിറ്റഡ് ആവും. അത് മാറ്റണമെങ്കിൽ കീപ് ലേണിംഗ് ചെയ്തുകൊണ്ടിരിക്കുക, വൊക്കാബ്സ് കൂടുതൽ യൂസ് ആക്കുക, ഓരോ വൊക്കാബും ഡിഫറെന്റ് ഗ്രാമറിൽ യൂസ് ആക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് മുന്നിലേക്ക് വരാൻ പറ്റും. EduFlair, education driven by passion.